പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ് ലോകമെമ്പാടും ഇരുന്ന് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കരുണയുടെ മണിക്കൂറാണ്. ഇത് ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മെ വാരി പുണരുന്ന സമയമാണ്. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെ, നമ്മളെ അലട്ടുന്ന ചെറുതും വലുതുമായ ജീവിത പ്രശ്നങ്ങളെല്ലാം ഈശോ പൊതിഞ്ഞു പിടിക്കുന്ന സമയമാണിത്. ആ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താം. കർത്താവേ, ഇതാ നിൻ്റെ സ്നേഹത്തിൽ, നിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. നിൻ്റെ സുഖപ്പെടുത്തുന്ന കരം നീ നീട്ടണമേ. നിൻ്റെ ആശ്വസിപ്പിക്കുന്ന കരം ഞങ്ങളുടെ മേൽ നീ വെളിപ്പെടുത്തണമേ. ഞങ്ങളെ കൈപിടിച്ച് നടത്താൻ തക്കവിധത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഞെരുക്കങ്ങളുടെയും അസ്വസ്ഥതകളുടെയും നടുവിലാകാം ഒരുപക്ഷെ നമ്മുടെ പലരുടെയും ജീവിതം. പ്രതീക്ഷ അറ്റുപോകുന്ന ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ നടുവിലാകാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത അസ്വസ്ഥതകൾ, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള മനസ്സിൻ്റെ ഭാരങ്ങൾ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ നിരന്തരമായി നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. നമ്മുടെ അസ്വസ്ഥതകളെല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാം, നമ്മുടെ വേദനകളെ, സങ്കടങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി. സങ്കീർത്തനം 31:9 സങ്കീർത്തകൻ പറയുന്ന ഇങ്ങനെയാണ്: കർത്താവേ എന്നോട് കരുണ തോന്നണമേ. കർത്താവേ എന്നോട് കരുണ തോന്നണമേ. ഞാൻ ദുരിതം അനുഭവിക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു. വചനത്തിൽ പറയുന്ന കേൾക്കണേ. സങ്കീർത്തകൻ പറയുന്നതാണ് തൻ്റെ വേദനകളെ, തൻ്റെ സങ്കടങ്ങളെല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട്, കർത്താവിൻ്റെ കരുണ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സങ്കേതമെന്ന് സങ്കീർത്തകൻ ഉറക്കെ പറയുകയാണ്. കർത്താവേ എന്നോട് കരുണ തോന്നണമേ. ഞാൻ ദുരിതം അനുഭവിക്കുന്നു. ഒത്തിരിയേറെ ദുരിതങ്ങളുടെ നടുവിലാണ് എൻ്റെ ജീവിതമെന്നാണ് സങ്കീർത്തകൻ പറയുക. എന്നിട്ട് പറയാണ്, ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ജീവനും എൻ്റെ ശരീരവും തളർന്നിരിക്കുന്നുവെന്ന്. അത്രമാത്രം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെ ഒക്കെ തളർച്ച അനുഭവിക്കുന്നവരാകാം നമ്മൾ. അതെല്ലാം സങ്കീർത്തകൻ ഈ അവസ്ഥകളെല്ലാം ദൈവത്തോട് വിവരിക്കുകയാണ്, കർത്താവിനോട് പറയുകയാണ്. കർത്താവേ നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന്, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും നമ്മുടെ ദുരിതങ്ങളുടെ, സങ്കടങ്ങളുടെ, ദുഃഖങ്ങളുടെ, തളർച്ചയുടെ ഒക്കെ നടുവിൽ കർത്താവേ എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോൻ്റെ കുടുംബത്തോട് നീ കരുണ കാണിക്കണമേ. എൻ്റെ മക്കളോട് കരുണ കാണിക്കണമേ. ജീവിത പങ്കാളിയോട് നീ കരുണ കാണിക്കണമേ. എൻ്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കണമേ. എൻ്റെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരോട് കരുണ കാണിക്കണമേ. കർത്താവേ എൻ്റെ വരുമാന മാർഗങ്ങളോട് നീ കരുണ കാണിക്കണമേ. എൻ്റെ ഭാവി ജീവിതത്തോട് നീ കരുണ കാണിക്കണമേ. എൻ്റെ പഠനം, എൻ്റെ ജോലി, ഈ മേഖലകളോടെല്ലാം ദൈവമേ നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ 2 ദിവസങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിലാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രശ്നത്തിൻ്റെ വലിപ്പം എത്ര വലുതാകട്ടെ, ആ പ്രശ്നത്തെക്കാളും പ്രതിസന്ധികളെക്കാളും വലിപ്പമുള്ള കർത്താവ് ഈ അൾത്താരയിലുണ്ട്.
പ്രശ്നത്തിലേക്കല്ല നമ്മളിപ്പോൾ നോക്കേണ്ടത്, പരിഹാരം ചെയ്തു തരാൻ കഴിവുള്ള കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക്. നീ ഇപ്പോൾ കടന്നു പോകുന്ന നിന്റെ ജീവിത ദുഃഖങ്ങളെ ഏറ്റെടുക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ കാരുണ്യത്തിലേക്കാണ് നീ ഉറ്റുനോക്കേണ്ടത്. പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് നീ കരുണ കാണിക്കണമേ. ഈശോൻ്റെ കുടുംബത്തോട് നീ കരുണ കാണിക്കണമേ. കർത്താവെ, ലോകമെമ്പാടും ഇരുന്ന് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടേതായ വേദനകളെ, സങ്കടങ്ങളെല്ലാം ഉയർത്തി നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ. ഇവിടെ എല്ലാ വേദനകളെയും സങ്കടങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, കർത്താവെ, നിന്റെ കരുണയ്ക്ക് വേണ്ടി ലോകമെമ്പാടും ഇരുന്ന് യാചിച്ചു കൊണ്ടിരിക്കുന്ന മക്കള്, ഈശോയെ, നിന്റെ ഒരു ഇടപെടലിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്ന മക്കള്, ഈശോയെ, നീ ഒന്ന് ഇടപെട്ടാൽ, നീ ഒന്ന് തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. കർത്താവെ, നീ ഇടപെട്ടാൽ അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ജീവിതം തകർന്നിരിക്കുന്നവരുണ്ട്. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. മാരക രോഗം മൂലം വേദനിക്കുന്നവരുണ്ട്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, നീ ഇവരെ സ്പർശിക്കണമേ. കർത്താവേ, നീ ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. ദൈവത്തിൻ ആത്മാവ് എന്നിൽ വീര്യമായി പാപമെന്നെ പാതാളത്തിലെത്തിച്ചു. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമ്മുടെ വേദനകളെ, വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അൽത്താരയിൽ സമർപ്പിക്കാം. തമ്പുരാനെ, നീ എന്നോട് കാണിക്കുന്ന വലിയ കാരുണ്യത്തിന് നന്ദി പറയാം. പുത്രനെ നൽകി പിതാവായ ദൈവം നമ്മോട് കരുണ കാണിച്ചു. ആ പുത്രനായ ഈശോ ദിവ്യ കാരുണ്യമായി ഇതാ നമ്മുടെ മുമ്പിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന സമയം. എൻ്റെ ഈശോയെ, എന്നെ സ്പർശിക്കണമേ. എൻ്റെ കർത്താവ്, എൻ്റെ നിയോഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോൻ്റെ കുടുംബാംഗങ്ങളെ നീ കരുണയോടെ കാണണമേ. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവരെ, ഹോസ്പിറ്റലുകളിലും വെന്റിലേറ്ററിലൊക്കെ ആയി കഴിയുന്നവരെല്ലാം പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
സ്തുതിയുമെന്നും അങ്ങേയ്ക്കാരാധന.